മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർണായക വിവരങ്ങളുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് മാധ്യമ മേഖലകളിൽ തന്നെ എത്രത്തോളം പ്രാധാന്യമുള്ള ഗ്രൂപ്പാണ് എന്ന് ആ മാധ്യമങ്ങൾ കണ്ടുവരുന്നത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പല നിർണായക നീക്കങ്ങളും പല നിർണായക കാര്യങ്ങളും മനഃപൂർവ്വം അവർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം. ഡോക്ടർ CJ റോയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പലർക്കുമുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റെയ്ഡ് നടന്നിട്ടില്ല എന്നൊരു വിവരം വരുന്നു. CCTV ദൃശ്യങ്ങൾ അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയെ മരണം ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്തിനാണ് റോയി സ്വയം വെടിയുതിർത്തത് എന്നും ജീവനൊടുക്കിയത് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ഉയരുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ മാനസിക പീഡനം എന്ന വാദങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പുരോഗതി ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല എന്ന കേസ് അന്വേഷിക്കുന്ന പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. അത്തരത്തിൽ റോയിയെ ഉടൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായിട്ടില്ലെന്ന IT വകുപ്പ് വാദവും പോലീസ് ശരിവെക്കുകയാണ്. രേഖകളുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു അന്ന് നടന്നത്. ഇക്കാര്യമാണ് IT ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും. ഉച്ചയോടെ ഓഫീസിലെത്തിയ റോയ് കോൺഫറൻസ് റൂമിൽ IT ഉദ്യോഗസ്ഥരെ കാണണമെന്ന് പറഞ്ഞ് സ്വന്തം ക്യാബിനിലേക്ക് പോവുകയായിരുന്നു. റെയ്ഡിന് നേതൃത്വം നൽകിയ കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരിൽ നിന്ന് SIT മൊഴി രേഖപ്പെടുത്തി. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് തുടങ്ങിയ പരിശോധനകളിലും ചോദ്യം ചെയ്യലുകളിലും കൃത്യമായ മറുപടി നൽകിയിട്ടും റോയ് എന്തുകൊണ്ട് ജീവനൊടുക്കിയെന്ന് മലയാളി സമൂഹം ചോദിക്കുന്നുണ്ട്. കടന്നുവന്ന വഴികളിൽ അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങളെക്കാൾ കഠിനമായിരുന്നോ IT റെയ്ഡും ചോദ്യം ചെയ്യലുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. റെയ്ഡ് നടക്കുന്നതിനിടയിൽ തോക്ക് എങ്ങനെ കയ്യിൽ വന്നു? എന്തുകൊണ്ട് വെടിശബ്ദം സഹപ്രവർത്തകർ കേട്ടില്ല? റോയി തന്നെയാണോ വെടിവെച്ചത്? ആദായ നികുതി വകുപ്പ് കൈക്കൂലി ആവശ്യപ്പെട്ടോ എന്നിങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CJ റോയ്ക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 2019 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരിക്കുകയാണ്. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ചും ബ്യൂറോ സമർപ്പിച്ച വിശദ റിപ്പോർട്ട് എക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലിന്റെ പരിഗണനയ്ക്കും വന്നിട്ടുണ്ട്. തുടർ നടപടികളുടെ ഭാഗമായി ഇതിൽ 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചത്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്തെന്ന് മരിക്കാൻ ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സമാന്തര അന്വേഷണം നടത്തുന്നത്. അതേസമയം ഡോക്ടർ റോയ് CJയുടെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് ബനർഘട്ടിലെ ഡോക്ടർ റോയ് CJയുടെ റിസോർട്ടിൽ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശിവാജി നഗർ ബൗറിംഗ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം രാവിലെ ബനർഘട്ടയിലെ റിസോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 10 മണി മുതൽ റിസോർട്ടിൽ പൊതുദർശനം ആരംഭിച്ചിരുന്നു. അതിനുശേഷം സമീപത്തെ പള്ളിയിൽ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. തുടർന്നാണ് ഡോക്ടർ ജോയ് CJയുടെ സംസ്കാരം നടക്കുക. കേരളത്തിൽ നിന്നും നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. വിദേശത്ത് റോയിയുടെ കുടുംബം ഇന്നലെ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. DIG വംശി കൃഷ്ണയ്ക്ക് ചുമതല. ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷും സംഘത്തിലുണ്ട്. ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും 6.35 mm ബുള്ളറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ DJ ജോസഫിന്റെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. റോയുടെ കുടുംബാംഗങ്ങളുടെയും മറ്റും മൊഴി കർണാടക CID ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ റോയ് ദുബായിൽ വൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും
സമീപിച്ചിരുന്നു, നിരീക്ഷണത്തിലാക്കിയിരുന്നു. റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ഡിസംബറിലെ IT റെയ്ഡ് ശേഷം ദുബായിലേക്ക് പോയ റോയ് ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിൽ എത്തിയത്. ദുരന്തമുണ്ടായ ദിവസം ഉച്ചയ്ക്ക് 12ഓടെയാണ് IT ഉദ്യോഗസ്ഥർ റിച്ച്മണ്ട് സർക്കിളിലെ കോൺഫിഡന്റ് ആസ്ഥാനത്തെത്തിയത്. റോയ് എത്തിയത് ഉച്ചയ്ക്ക് 2 മണിക്കും അതിനുശേഷം അമ്മയുമായി സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും ക്യാബിനിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം വിലക്കിയതായും സഹപ്രവർത്തകർ പറയുന്നു. വൈകിട്ട് 3:15ഓടെ വെടിയേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ ആത്മഹത്യയിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം തുടരുകയാണ്. എന്തിനാണ് റോയ് ജീവനൊടുക്കിയത് എന്നത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങളിൽ ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണെന്ന് കുടുംബം ആരോപിക്കുമ്പോഴും പുറത്തുവരുന്ന വാർത്തകളിൽ പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും ദൃശ്യമാണ്. ആദായ നികുതി വകുപ്പിൽ നിന്നും സമ്മർദ്ദങ്ങളൊന്നും റോയ് നേരിട്ടിട്ടില്ലെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അറസ്റ്റ് ഭയന്നു എന്ന വാദവും നിലനിൽക്കില്ല. ഇൻകം ടാക്സിന് അറസ്റ്റ് അധികാരമില്ലാത്ത ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ റോയ്ക്ക് കൂടുതൽ സമയം ലഭിക്കാനും സാധ്യതയുണ്ട്. 3 ദിവസം തടഞ്ഞു വെച്ച് റെയ്ഡ് നടത്തിയെന്ന വാദവും അടക്കം റോയിയുടെ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ മൊബൈൽ ഫോണും തോക്കും എങ്ങനെ കൈവശം വന്നു? മുറിയിൽ കയറി കതക് പൂട്ടാൻ എങ്ങനെ അനുമതി കിട്ടി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പ് MD ജോസഫ് പറയതിൽ നിന്നും ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ഉണ്ടായില്ല എന്ന സൂചനയും ഉയർത്തുന്നതാണ്. ദിവസവും ജീവിതം ആഘോഷമാക്കണമെന്നും സ്ഥിരമായി പറഞ്ഞിരുന്നയാളാണ് അന്ന് വൈകിട്ട് 3 മണിയോടെ ബംഗളൂരു റിച്ച്മണ്ട് സർക്കിളിനടുത്ത ലോങ് ഫോർഡ് റോഡിലുള്ള സ്വന്തം ഓഫീസിലെ ക്യാബിനിലേക്ക് കയറുന്നത്. പിന്നാലെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. എനിക്ക് അമ്മയുമായി സംസാരിക്കണം, കുറച്ച് സ്വകാര്യത വേണം, അദ്ദേഹം കമ്പനിയുടെ MD TA ജോസഫിനോട് പറഞ്ഞിരുന്നു. ജോസഫ് പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ മുറിക്കകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്ന നിലയിലാണ്. ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ചാരിയിരിക്കുന്ന റോയ് എന്ന CJ റോയിയെ കാണുന്നത്. നെഞ്ചിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരു അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് നൽകിയ പരാതിയിൽ പറയുന്ന വിശദാംശങ്ങളാണ് ഇങ്ങനെ. ലൈസൻസ് ഉള്ള 0.25 പിസ്റ്റൾ, അതായത് റിവോൾവർ അല്ല, റോയിയുടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ റോയിക്ക് ഇങ്ങനെ തോക്കുകളുള്ള വിവരം അധികം ആർക്കും അറിവുണ്ടായിരുന്നില്ല. ദിവസങ്ങളായി തുടരുന്ന ആദായ നികുതി റെയ്ഡ് മൂലം സമ്മർദ്ദം കലശമായിട്ടുണ്ടെന്ന് പലരോടും പറഞ്ഞിരുന്നു. ഫുക്കറ്റിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്ന സഹോദരൻ CJ ബാബുവിനെ മരിക്കുന്ന ദിവസം രാവിലെ 2 തവണ വിളിച്ച് സമ്മർദ്ദമുണ്ടെന്ന് റോയി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് നിയമം നടപ്പാക്കാനുള്ള വകുപ്പുകളുടെ ഈ അമിത സമ്മർദ്ദം. വെള്ളക്കോളർ കുറ്റകൃത്യമുണ്ടെങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അമിത സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല. പിഴ നൽകേണ്ടതുണ്ടെങ്കിൽ ബിസിനസ്സിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. നികുതി ഭീകരത എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നതിന് കാരണവും അതാണ്. റെയ്ഡ് നടക്കുമ്പോൾ തോക്കുമായി മുറിയിൽ കയറി അടച്ച് സ്വയം വെടിയുതിർത്ത റോയ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തിരുന്നില്ല. അത്തരത്തിൽ മാനസികമായി തളർന്നിരുന്നില്ല റോയ് എന്ന് വേണം കരുതാൻ. ദുബായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് റോയ് എത്തിയത് മരണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നോ എന്ന ചോദ്യം അടക്കം ഉയരുകയാണ്. എങ്കിലും പൊരുത്തക്കേടുകൾ നിരവധിയാണ്.